കേരള വിദ്യാഭ്യാസ വകുപ്പിൽ പുതിയ അഴിച്ചുപണിക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. കുട്ടികളിൽ വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകർ എത്രത്തോളം നല്ലവരായിരിക്കാം? കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്നവർ, വെളിച്ചം നൽകുന്നവർ, ഇവർ എത്രത്തോളം നല്ലതാണ് എന്നുള്ള ചോദ്യം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന് പോലും കുട്ടികൾ മോശമായ രീതിയിലുള്ള പ്രവൃത്തികൾക്ക് ഇരയാകുന്നുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ഗവൺമെന്റ് പുറത്തിറക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ജീവനക്കാരുടെ പേരിൽ നിലവിൽ 77 പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി എടുത്തു പറയുന്നത്. ഏകദേശം 77 പോക്സോ കേസുകൾ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികപരമായി ചൂഷണം ചെയ്ത കേസുകളിൽ 77 പേർ അടങ്ങുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇത്രത്തോളം ആളുകൾ കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിന് തയ്യാറായി നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? കേരളത്തിൽ നിലവിലുള്ള നിയമ സാധുതകൾ വളരെയധികം മോശമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുട്ടികളെ ലൈംഗികമായി അതിക്രമിക്കാൻ ഇവർ മനോധൈര്യം കാട്ടുന്നത്. അതിനാൽ തന്നെ ഇനിയും നിയമത്തിൽ ശക്തമായ ഒരു മാറ്റം വന്നില്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരും. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പോക്സോ കേസുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ സ്കൂളുകളിൽ നിന്നും സ്വന്തം വീടുകളിൽ നിന്ന് പോലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ സംഭവിക്കുമ്പോൾ തന്നെ തക്കതായിട്ടുള്ള നിയമ നടപടിയും അതുപോലെ തന്നെ പ്രതികളായവർക്കെതിരെ ശക്തമായ തന്നെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴും നിയമ നടപടിയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ ആദ്യമുള്ള ഒരു ചൂട് മാത്രമേ പോലീസ് ഇതിൽ കാണിക്കുന്നുള്ളൂ. കുറച്ചു നാൾ കഴിയുമ്പോൾ പ്രതികൾ സിമ്പിളായി ഇറങ്ങി വരികയും ചെയ്യും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇനി ഏതെല്ലാം രീതിയിലുള്ള കരുതലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ജീവനക്കാരുടെ പേരിൽ നിലവിൽ 77 പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിക്കുന്നത്. ഇതിൽ 65 പേർ അധ്യാപകരും 12 പേർ അനധ്യാപകരുമാണ്. കേസിൽ ഉൾപ്പെട്ട ഒരാൾക്ക് നിർബന്ധിത പെൻഷൻ നൽകി. 9 പേരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. ഇരയായവരെ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. സമയബന്ധിതമായി നടപടി പൂർത്തിയാക്കാത്ത കേസുകളുടെ ഫയൽ, കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടപടി സ്വീകരിച്ച് വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 പോക്സോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോക്സോ കേസിൽ ഉൾപ്പെട്ട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും 14 അധ്യാപകരെയും എയ്ഡഡ് മേഖലകളിൽ നിന്നും 7 അധ്യാപകരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സർവീസിൽ നിന്നും നീക്കിയ ഒരാൾ ഉൾപ്പെടെ 45 പേർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സർക്കാർ സ്കൂളുകളിൽ നിന്നും 14 അധ്യാപകരെയും എയ്ഡഡ് മേഖലയിൽ നിന്നും 7 അധ്യാപകരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2024-2025 അക്കാദമിക് വർഷത്തിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും 2 അധ്യാപകരും എയ്ഡഡ് മേഖലകളിൽ നിന്നും 2 അധ്യാപകരുമാണ് ഇപ്പോഴുള്ളത്. താരതമ്യേന മുൻ വർഷത്തേക്കാൾ ഇത്തരത്തിലുള്ള കേസുകൾ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് വെറും രേഖപ്പെടുത്തിയ കേസുകൾ മാത്രമാണ്. ഇനിയും രേഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഇപ്പോഴും മറച്ചു വെച്ചിട്ടുള്ള കേസുകളുടെ എണ്ണം എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കാം. നിയമാധികാരി, മേലധികാരി എന്ന നിലയിൽ അച്ചടക്ക നടപടി എടുക്കാത്ത കേസുകളിൽ പുതുതായി അച്ചടക്ക നടപടി തുടങ്ങുന്നതിനും തുടർന്ന് വരുന്ന അച്ചടക്ക നടപടികളിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിക്രമം സംബന്ധിച്ച് പരാതിയുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികൾക്കെതിരെ സ്കൂൾ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള മോശം പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം ഒരുക്കി നൽകുന്നത്? പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ ഇത്തരത്തിൽ മോശ പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലും പരിസരങ്ങളിലും കുട്ടികൾ സുരക്ഷിതരാകാത്ത സാഹചര്യത്തിൽ എത്രത്തോളമായിരിക്കാം അവർ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യം കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയാകുമ്പോൾ
അവർക്ക് മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവില്ലായ്മയുടെ ഭാഗമായി വരുന്ന വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാധ്യതയെ പ്രയോജനപ്പെടുത്തി മറ്റു പലരും ഈ കുട്ടികളെ ദുർവിനിയോഗം ചെയ്യുമെന്നുള്ളതും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കുട്ടിയെ മോശമായി ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ പലരും അതിനെ വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത വർദ്ധിക്കും. അത് ആ കുട്ടിയെ മാനസികമായും ശാരീരികമായും തീർച്ചയായും ഇല്ലാതാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആര് ചെയ്താലും അത് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ കുട്ടിയെ ഏറ്റവും സുരക്ഷിതമായി മാറ്റി താമസിപ്പിക്കേണ്ടതുമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ വെച്ച് പൊറിപ്പിക്കുന്നത് പാടുള്ളതല്ല. കുട്ടികളുടെ സുരക്ഷിതത്വം ഇനിയും നമ്മൾ കൂടുതൽ മുൻകൈയെടുത്ത് ശക്തമാക്കണം. പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്ന കേരളത്തിൽ ഇനി സ്കൂളുകളിലും കർശനമായ നീക്കുപോക്കുകൾ വന്നില്ലെങ്കിൽ കുട്ടികളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് നമ്മൾ വല്ലാതെ വേവലാതിപ്പെടേണ്ടി വരും.